അയ്യോ, ഇതെന്ത് പറ്റി? ജോലിയിൽ നിന്ന് പിരിഞ്ഞപ്പോ ഇങ്ങേർക്ക് ഭ്രാന്ത് പിടിച്ചോ? സ്തുത്യർഹമായ സേവനത്തിന്റെ 30 വർഷങ്ങൾ അവസാനിച്ചു മാധവി. ഹോ, ഭാഗ്യം. ഇനി ഇൻസ്പെക്ടർമാരുടെ ചീത്ത വിളി കേൾക്കണ്ടല്ലോ. ഹോ, നീ ഒന്നും ഒന്ന് കേൾക്കേണ്ടതായിരുന്നു. DYSP സദാനന്ദൻ സാർ പ്രസംഗിച്ച എന്താണെന്ന് അറിയാമോ നിനക്ക്? ചാത്തുക്കുട്ടി കോൺസ്റ്റബിളിനെ പോലെ സത്യസന്ധനും കർമ്മനിരതനും ബുദ്ധിമാനും ധീരനുമായ ഒരാളെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ സഹിക്കാനാവുന്നതല്ലെന്ന്. അപ്പോഴും കുളിര് കോരി. ഇപ്പോഴും കുളിര് കോരുന്നു. വല്ലവരും ചാവുമ്പോ മന്ത്രിമാര് ഞെട്ടുന്നത് പോലെ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നിങ്ങൾ വെറുതെ കുളിര് കോരേണ്ട ആവശ്യമൊന്നുമില്ല. കാൽ കാശിന് കൊള്ളാത്തവനാണെങ്കിലും ഒരുത്തം പിരിയാൻ നേരത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് വെറും ഒരു ചടങ്ങാ. ഞാൻ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്നത്. ഇപ്പുറത്തോട്ട് പോയിക്കോട്ടെ. കാശ് കൊടുത്ത് വാങ്ങിച്ചതാണോ? ഞാൻ കാശിന് കൊള്ളാത്തവനായിരുന്നെങ്കിൽ തിരുമണ്ടനായ നിന്റെ മകൻ SI ടെസ്റ്റ് പാസ്സാകുമായിരുന്നു. എന്റെ വാക്ക് തട്ടിക്കളയാനാവാത്തോണ്ട് ഡിപ്പാർട്ട്മെന്റ് അവനെ പാസ്സാക്കിയതാ. അറിയാമോ നിനക്ക്? തോക്കാൻ വേണ്ടിയാ അവൻ ടെസ്റ്റ് എഴുതിയത്. എന്ത് തന്നെ വന്നാലും ട്രെയിനിങ്ങിന് പോവില്ലാന്ന് ഇന്നലെ വന്ന കത്തിലും അവൻ തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ആഹാ, എന്നാ കേട്ടോ, അവൻ ട്രെയിനിങ്ങിന് പോയില്ലെങ്കിൽ അവന്റെ എല്ലൂരി ഈ ജനവാതിലിന് ഗ്രില്ലിടിഞ്ഞാൻ. ഇഷ്ടമില്ലാത്തവനെ പിടിച്ച് നിങ്ങൾ പോലീസിൽ ചേർക്കുന്ന എന്തിനാ? അവന്റെ ഇഷ്ടം ചോദിച്ചിട്ടല്ലല്ലോ അവൻ ഈ ഭൂമിയിൽ ഉണ്ടായത്. ആണോടി? ഛത്രപതി ശിവജി അദ്ദേഹത്തിന് പീരങ്കികളില്ലായിരുന്നു, മെഷീൻ ഗണ്ടുകളില്ലായിരുന്നു. എന്നിട്ടും മലവെള്ളം പോലെ ഇളകിയാർത്തു വന്ന മുഗള സൈന്യത്തെ മുഴുവൻ നേരിട്ടത് അദ്ദേഹത്തിന്റെ ആത്മധൈര്യം കൊണ്ട് മാത്രമായിരുന്നു. ഛത്രപതി ശിവജിയെ പോലെ ധൈര്യം പടവാളായെടുത്ത് രണഭൂമിയിൽ അടരാടിയിട്ടുള്ള വീരയോദ്ധാക്കൾ ലോകചരിത്രത്തിൽ അധികമില്ല. വനാന്തരങ്ങളിൽ ഒളിഞ്ഞിരുന്ന് അപ്രതീക്ഷിതമായി ശത്രുനിരയുടെ നേരെ ചാടി വീണാക്രമിക്കുക, അതായിരുന്നു ആ കാട്ടിലൂടെ യുദ്ധതന്ത്രം. ഛത്രപതി ശിവജിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന പാഠം എന്താണ്? ഒരിക്കലും ചോർന്നു പോകാത്ത മനോവീര്യം, ധൈര്യം. ധൈര്യമാണ് എല്ലാത്തിലും വലുത്. ഭയമെന്നൊരു വികാരമേ നമുക്കുണ്ടാകാൻ പാടില്ല. ആകാശമിടിഞ്ഞു വീഴാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ആത്മധൈര്യം കൈവിടാൻ പാടില്ല. ധൈര്യം, ധൈര്യത്തെപ്പറ്റി എനിക്ക് ഒരുപാട് ഇവിടെ എന്താ പാമ്പ്? പാമ്പോ? എവിടെ പാമ്പ്? എവിടെ? തന്നോടാ ചോദിച്ചത് പാമ്പ് എവിടാന്ന്? പാമ്പവിടെ? ആകാശം ഇടിഞ്ഞു വീണാലും ധൈര്യം കൈവിടുന്ന സാർ പറഞ്ഞില്ലേ? എങ്കിൽ സാറിനെ തന്നെ ഒന്ന് പരീക്ഷിച്ച് കളയാൻ ഞാൻ. ക്ലാസ്സിൽ തോന്നിയ ദിവസം കാണിച്ചാലുണ്ടല്ലോ ഞാൻ നിന്നെ ഡിസ്മിസ് ചെയ്തോളെ. സന്തോഷം. എന്ത് പറഞ്ഞാ സാറേ? പ്രിൻസിപ്പൽ സാറേ, സാർ ഇങ്ങോട്ട് വന്നത്. സാർ ഇങ്ങോട്ട് വരാൻ. അങ്ങോട്ട് നടന്നോട്ടെ. എടാ സാർ അങ്ങോട്ട് നടക്കാൻ. പിന്നെ ചുമ്മാ പറഞ്ഞാണല്ലേ? പെട്ടെന്നുള്ള ആവേശത്തിന് ആ പയ്യന് കയറി ഡിസ്മിസ് ചെയ്താ മാസം കിട്ടുന്ന 10-25 രൂപയാണ് നഷ്ടം. പ്രിൻസിപ്പാളെന്ന് കരുതിയിട്ട് എന്ത് വിവരക്കൂടെ കൂടി ചെയ്യാന്നോ? മാസാമാസം ശമ്പളം ചോദിക്കുമ്പോ കൈമലർത്തി കാണിച്ച് ഞങ്ങൾ ഇഷ്ടത്തോട് പോകും. തലയോട് പോ. ഓ, നിന്റെ ഒക്കെ ക്ലാസ്സിന് പിന്നെ ഗുണം കൊണ്ടാ കോളേജ് ഈ പരുവത്തിലായത്. കോളേജ് കോളേജ് ഇന്നില്ല. ഇന്ന് വേണം. നാളെ ആവട്ടെ. രാത്രി ഉണ്ണാനുള്ള കാശെങ്കിലും എന്താ? ഉണ്ണണ്ട. ഉച്ചയ്ക്ക് മിഷ്ടാനം ഉണ്ടില്ലേ? അത് മതി. എന്റെ ഉച്ച ഊണായി ഈ കാണുന്നത്. ഇതിനേക്കാളും നല്ല വില തോട്ടി പഠിക്കും പോകുന്നതാ. ആ, അതിനേ കൊള്ളത്തുള്ളൂ. അതാക്കോ ഞാൻ മോഹൻദാസാ? എന്താടോ? അച്ഛനായിരുന്നു. അച്ഛനെന്താ ഇവിടെ? നീ എന്തിനാ ഓടിയത്? ഞാൻ വിചാരിച്ചു. എന്ത് വിചാരിച്ചു? എന്താ വിചാരിച്ചു? ആ, നിന്റെ വിചാരമൊക്കെ മനസ്സിലിരിക്കട്ടെ. ഇവിടുന്ന് സാധനങ്ങൾ വല്ല എടുക്കാണ്ടെങ്കിൽ എടുത്തുകൊണ്ട് ഓടിവാ. നമുക്ക് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം. എന്നിട്ട് എങ്ങോട്ടാ?
എന്റെ മുമ്പ് പിള്ളേരെ പഠിപ്പിച്ച് വായില വെള്ളം പറ്റിച്ചതൊക്കെ മതി. തോക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് എഴുതിയെന്ന് നിന്റെ അമ്മ പറഞ്ഞു. പക്ഷെ നിന്നെ ഞാൻ പാസ്സാക്കിയിട്ടുണ്ട്. അടുത്ത ആഴ്ച ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാനുള്ള കത്തും വന്നിട്ടുണ്ട്. ആ ഞാൻ അറിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വീട്ടിലോട്ട് വരാഞ്ഞ്. അതുകൊണ്ടാണല്ലോ ഞാൻ ലോഡ്ജിലേക്ക് വന്നത്. എനിക്കിപ്പോ തൽക്കാലം സബ് ഇൻസ്പെക്ടർ ആകണ്ട. തൽക്കാലം ഇൻസ്പെക്ടർ ആവാൻ ഒക്കെയല്ല, ട്രെയിനിങ് കഴിയാതെ. അത് ഞാൻ ട്രെയിനിങ്ങിന് പോകുന്നില്ലല്ലോ. പോകുന്നുണ്ടല്ലോ. മര്യാദയ്ക്ക് എന്റെ കൂടെ വരുന്നതാണ് നിനക്ക് നല്ലത്. എന്താ നിന്റെ വിചാരം? കഷ്ടപ്പെട്ട് നിന്നെ MA വരെ പഠിപ്പിച്ചത് ഈ തല്ലിപ്പൊളി തൂട്ടോളിൽ കിടന്ന് ജീവിതം നശിപ്പിക്കാനല്ല. ഒരു SIയുടെ ശമ്പള സ്കെയിൽ എന്താണെന്ന് നിനക്കറിയാമോ? വിഡ്ഢി. ആ ശമ്പള സ്കെയിലിന്റെ പ്രശ്നമാണെങ്കിലേ അടുത്ത മാസം മുതൽ 3000 രൂപ തരാൻ എന്നോട് പ്രിൻസിപ്പൽ പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞതേ നിന്നെപ്പോലെ ഒരു വിഡ്ഢി നിന്റെ വീട്ടിലിരിപ്പുണ്ടല്ലോ, നിന്റെ തള്ള, അവള് വിശ്വസിക്കും. 3000 ഉളുവ പോലും. ഞാൻ വന്ന് കണ്ടതല്ലേ നിന്റെ ഊട്ടോറിയല്ലേ? നീ വരുന്നുണ്ടോ? ഞാൻ വരുന്നില്ല. വേടാ, ആ നിന്നെ കൊണ്ടുപോകുന്നു. നോക്കട്ടെ, വെട്ടി പ്രമാണം ഒന്നും വേണ്ട. അയ്യോ കൈവച്ചോ ആളുകളാണ് വെച്ചാ. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ വരാച്ചാ. പക്ഷെ എന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഈ മുറിയിനകത്താണല്ലോ. അയ്യോ എടാ, ഒരു ഭീരു 1000 തവണ മരിക്കും. ധീരൻ ഒറ്റ മരണമേ ഉള്ളൂ. പോലീസ് ഡിപ്പാർട്ട്മെന്റ് അപകടം പിടിച്ചാണെന്നല്ലേ നിന്റെ പേടി? പേടിയോ? എനിക്ക് ഞാൻ നിന്നെ കാണാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി മോനെ. ഓടരുത്, എനിക്ക് ഓടാൻ വയ്യ, ഞാൻ വയസ്സായതാ. അവിടെ എടാ അവിടെ നിക്ക, ഓടി വെറുതെ കയ്യും കാലും ഒന്നും ഓടിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. മോഹൻദാസാ, മോഹൻദാസ്, എടാ അവിടെ നിക്ക, എനിക്ക് ഓടാൻ വയ്യ വയസ്സുകാലത്ത്. എടാ ചെറുപ്പത്തിലായിരുന്നെങ്കിൽ നിന്നെക്കാൾ എമ്പറന്നവന്മാരെ ഞാൻ പിടിച്ചിട്ടുള്ളതാ. മോഹൻദാസാ, എടാ അതെ എന്നെ വെറുതെ വയസ്സുകാലത്ത് ഓടിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. മോഹൻദാസ്, മോഹൻദാസാ, മോഹൻദാസാ. എന്നാ പിന്നെ നിങ്ങൾ നടന്നു. ഈ പിള്ളേരുടെ കയ്യിൽ നിന്ന് ഫീസ് വാങ്ങിച്ചിട്ട് വാടക കൊടുക്കാമെന്ന് തോന്നുന്നില്ല. ഞാൻ പോയി വല്ല പാകിട്ട് തപ്പട്ടെ. നല്ലതാ. തപ്പുമ്പോ ഇച്ചിരി കൂടുതൽ തപ്പിക്കോ. ഒന്ന് വൃത്തിയായി വെള്ളം അടിച്ചിട്ട് മാസം രണ്ടായി. അപ്പൊ നാളെ കാണാം. പ്രിൻസിപ്പൽ സാറേ ഒന്നാ അവിടെ നിൽക്കണേ. ഒരു കാര്യം പറയാനുണ്ട്. വീട്ടിൽ പോയി കണ്ടില്ല, കോളേജിൽ പോയി കണ്ടില്ല. എനിക്ക് എന്റെ മോനെ സബ് ഇൻസ്പെക്ടർ ആക്കണം. നിങ്ങളായിട്ട് അതിന് തടസ്സം നിൽക്കരുത്. നാളെ അവൻ ട്യൂട്ടോറിൽ വന്നു കഴിയുമ്പോൾ ജോലിയില്ലെന്ന് പറഞ്ഞ് വിട്ടേക്കണം. ആ പേടിച്ചു തൂറിയ ഇൻസ്പെക്ടർ ആക്കാൻ തന്നോട് അഭിപ്രായം ചോദിച്ചില്ലല്ലോ. അല്ല, ഞാനൊരു അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ. ട്രെയിനിങ്ങിന് സെലക്ഷൻ കിട്ടിയെന്ന് അറിഞ്ഞപ്പോ ഒരൊറ്റ ഞെട്ടിലാ അധീരൻ. കത്തിക്കുത്ത് കൊലപാതകം എന്നൊക്കെ വല്ലവരും പറയുന്ന കേട്ടാ മതി, ഇഷ്ടം അപ്പം മുത്രമൊഴിക്കും. പോവാ. ഇനി അവനെ കോളേജിൽ കയറ്റരുത്. ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. അല്ല അതിപ്പോ ഞാൻ പറയുന്നു. അല്ല, ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, അതിനുള്ള പണി ഞാൻ നോക്കിക്കോളാം. ക്ലാസ് മുറിയിൽ വന്ന എല്ലാ കുട്ടികളുടെ മുമ്പിൽ വെച്ച് അവന്റെ കരണക്കുറ്റിക്ക് അടിഞ്ഞ് ഞാൻ പിടിച്ചോണ്ടു പോകും. അതിന് തടസ്സം നിന്നാൽ എല്ലാത്തിനും ഞാൻ ചീത്ത വിളിച്ച് നാറ്റിക്കും. അതിനൊന്നും ഇടവരുത്താതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്.